ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കുഞ്ഞിന് ആദ്യത്തെ പോളിയോ കൊടുക്കുക. ആദ്യത്തെ വാക്സിൻ കഴിഞ്ഞില്ലേ, ഇത് രണ്ടാമത്തെ. അപ്പം ഇതിൽ രണ്ടാമത്തെ വാക്സിൻ കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് കുറെ ഗസ്റ്റുകൾ വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ടു കാണാൻ. എന്തായാലും നമുക്ക് മിന്നി, ബ്രൈറ്റ് ഫോക്സ്, അതുപോലെ അലീന, അവരെല്ലാവരും വരുന്നുണ്ട്. ഈ ഇൻട്രോ എടുക്കുന്നത് ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ശേഷമാണ് കേട്ടോ ഈ ഇൻട്രോ എടുക്കുന്നത്. ഒരുപാട് സംസാരിച്ച് ബോർ അടിപ്പിക്കുന്നില്ല. ഇച്ചിരി കുറച്ച് വലിയ വ്ളോഗ് ആവാൻ ചാൻസ് ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വാ. യെസ്, അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാളിങ്ങനെ ആലോചിച്ചിരിപ്പുണ്ട്. എന്തായിരിക്കും അവസ്ഥ? കരയോ? വീടിന്റെ അടുത്താണ്. മൈക്ക് എടുത്തിട്ടില്ല ഗൈസ്. ഇത് ഇവിടാണ് കേട്ടോ. ചെറിയ എന്തൊരു സംഭവമാണ്, എനിക്കറിയത്തില്ല. എന്തായാലും എന്തോ എഴുതിയേക്കുന്നേ? സച്ചിവാലയോ? ഓക്കെ, അപ്പോൾ ഇന്നെടുക്കാൻ പറ്റില്ല. ബുധനാഴ്ച വരാൻ പറഞ്ഞു ഗൈസ്. ബുധനാഴ്ച ഞങ്ങൾ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ ഇനി പോയിട്ട് ബുധനാഴ്ച വരാം ഗൈസ്. അപ്പോൾ ഇനി നേരെ നമുക്കിനി വീട്ടിലേക്ക് പോവാം. Actually, every Thursday and Saturday they are doing. Then what? Because there is a program from tomorrow, Pulse Polio program. So they are getting ready. June 28th, 28th. అది మనం వేయించుకోలేదు. అది మనం ఈడే పిఎస్సిలోకి వస్తే వేస్తారంట. യെസ്, നമ്മളങ്ങനെ വീട്ടിൽ വന്നു. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 24 hours കഴിഞ്ഞു. വേറെ ഒന്നല്ല ഗൈസ്, ഇന്നലെ അതെടുക്കാൻ പറ്റിയില്ലല്ലോ. സോ ഇന്ന്, അതായത് ജൂൺ 28 വേറെ ഒരു പോളിയോ ഉണ്ട്. വാക്സിൻ അല്ല, പോളിയോ ഉണ്ട്. സോ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം പോകാൻ പോവാണ് കേട്ടോ. ഇപ്പം നെക്സ്റ്റ് ഡേ ആയിരിക്കുകയാണ്. യെസ്റ്റർഡേ നമ്മൾ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് മാത്രമല്ല, അവരിനി എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എപ്പോൾ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. അവർ 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും അവിടെ എത്തും എന്നാണ് ഇന്നലെ പറഞ്ഞത്. വിത്തിൻ 1 hour. ഓക്കെ, അവള് ഇപ്പം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബ്രൈറ്റ് ഫോക്സ് വിത്തിൻ 1 hour അവർ സ്റ്റാർട്ട് ചെയ്യും. ഒരു 10-11 അപ്പോൾ നമുക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കാം. ഇവിടെ ലഞ്ചിന് ഇവിടെ എല്ലാം റെഡിയാക്കുന്നുണ്ട്. കഴിച്ചിട്ട് വരല്ലേ. സോ ലഞ്ച് ഇവിടെയാണ് സെറ്റാക്കി വെക്കുന്നത്. അല്ല, ഞാൻ രാവിലെ ഞാൻ എഴുന്നേറ്റ് 9 മണിയായി. അപ്പം അമ്മ രാവിലെ പണി തുടങ്ങിയായിരുന്നു. അപ്പം ചോദിച്ചു എന്താണ് അവരെപ്പോൾ വരുമോ, അത് ഫുഡ് കഴിച്ചിട്ടാണോ വരുന്നത്, എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ലഞ്ച് ഇവിടെയാണ്. അപ്പോൾ അവർ ഉച്ചയ്ക്ക് അപ്പം 1 മണിക്കൂർ സ്റ്റാർട്ട് ആവാമെന്ന് പറയുമ്പോൾ 11 മണിക്ക് സ്റ്റാർട്ട് ആവും. 11, 12, 1, 2 മണി 2 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തും. അതുവരെ അവർക്ക് വിശപ്പ് പിടിച്ച് വെക്കാൻ നിൽക്കുമോയെന്ന് എനിക്കറിയത്തില്ല. മെന്നിക്കൊക്കെ പറ്റൂ, എൻ്റെ പൊന്നു, എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും വരും. അതിന് മുമ്പ് നമ്മൾ നമ്മുടെ പരിപാടികളുണ്ട്. എനിക്ക് അവരെ കൊണ്ടുപോയി പോളിയോ കൊടുക്കണം. പോളിയോ കൊടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. അവർ വരുമ്പോഴത്തേക്കിനുള്ള എൻ്റെ റൂമൊക്കെ അലങ്കോലമായി കിടക്കുകയാണ്. അലങ്കോലമായെന്ന് പറഞ്ഞൊന്നും ഇല്ല, കുറച്ച് പരിപാടിയുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ പോളിയോ കൊടുക്കാൻ പോവാം. യെസ്, രണ്ടാമത്തെ എൻട്രിയാണ് ഇത്. ഇന്നലെ ഇതേപോലെ അല്ലായിരുന്നു. ఈ బ్యాగ్ తీసుకున్నా నువ్వు ఒకసారి బ్యాగ్ వెనకాల పెట్టు. ഈ പോളിയോ കൊടുത്തു കഴിഞ്ഞാൽ ഫീഡ് ചെയ്യരുതെന്നാണ് കുറച്ച് നേരത്തേക്കെന്ന് പറയുന്നത്. അറിയില്ല, ആണോ? ఫీడ్ చేయకూడదు. Your mom is not coming? No. వీడియో తీసుకొచ్చా వీడియో. ఏం కాదంట. కమ్. ചൂട് കഴിഞ്ഞ ഫിനിഷ്ഡാ? యూ కెన్ టేక్. తెలుగు. బేబీ ఆఫ్ సుప్రియ. లేదు సుప్రియ. లేదు. ఓ లేదు. ఓ లేదు. എന്താണ് അവസ്ഥ? വോട്ട് ചെയ്തോ? പോളിയോ വോട്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. എന്നോട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. എന്നോട് പറഞ്ഞു അവരുടെ വീഡിയോ എടുക്കാൻ. ഞാൻ അങ്ങനെ എടുത്താണ് കേട്ടോ. അതവർ പോകാൻ പോയി അവരെ പിടിച്ച് നിർത്തിയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് പോളിയോ കൊടുക്കുന്നത്. സെറ്റപ്പ് കൊള്ളാലോ. ഓക്കെ,
ఓకే నా బ్యాగ్ తీసుకున్నాను నువ్వు వచ్చి എൻ്റെ ചുക്കുടു എന്തിനോ കരഞ്ഞ് എൻ്റെ ഡുഗുടു മണി ഫസ്റ്റ് പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മേടിക്കണം. ആദ്യം പോയി നമ്മൾ ചിക്കൻ മേടിച്ചെന്ന് പറയട്ടെ. ഇന്ന് വരുന്ന ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രൈറ്റ് ഫോക്സ് വരുന്നുണ്ട്, ബ്രൈറ്റ് ഫോക്സിൻ്റെ ഹസ്ബൻഡ്, മിന്നിയുടെ വൈഫ്, പിന്നെ നമ്മുടെ അലീന ഹസ്ബൻഡ്, പിന്നെ റെക്സ് എന്ന് പറയുന്ന ഒരാളും വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ നേരെ ഇനി പോയി ചിക്കൻ മേടിച്ചിട്ട് വരാം. ഓക്കെ, സിനിമാ നടിയാണ്. വെയിലുള്ളതുകൊണ്ട് ഓടി വരുമെന്ന് എനിക്ക് മനസ്സിലായിട്ടോ നീ ആദ്യമേ. താര് വാ കേറി വാ. യെസ് ആയി. അയ്യോ എൻ്റെ കാല് പോണു. ഈ കറുത്ത് പോവായിരിക്കില്ലേ? അവളിറങ്ങി ഓടി. ഹലോ ഹലോ, വാ 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 വാ. എത്ര നാളായാലും കണ്ടിട്ട് കുറച്ചധികം കാലമായി. എന്തല്ല സുഖല്ലേ? സുഖം. വാ വാ കേറി വാ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അവരെന്ത് 15 കിലോമീറ്റർ പുറകിലാണ്. ആണോ? വാ നിങ്ങൾ കാണാ. വാ ഇതാരാ? ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. അതിലൊക്കെ അറിയുന്ന ഓരോരുത്തർ എടുക്കുമ്പോൾ അവരെടുക്കുന്നതിന്റെ വശം അവർക്ക് യൂസ്ഫുൾ അല്ലല്ലോ. അങ്ങനെ ആൾക്കാരെ മനസ്സിലാക്കുന്നു. പെണ്ണുമ്പോൾ എന്ത് കാണിക്കണേ ചെക്ക് പുളുത്തു ഇഷ്ടായില്. എന്തല്ല പിന്നെ എൻ്റെ അമ്മയെ കാണിച്ചിട്ടുണ്ട്. അവർ വന്നു. എവിടെ പോയി? അവര് ഹൈദരാബാദിൽ പോയിരുന്നു. നോക്കട്ടെ ഇതായിരുന്നില്ലേ അവിടെ നിന്ന് വലിച്ച? ശരിയാ, രണ്ടുപേരുടെ സ്റ്റൈല്, ഹെയർ സ്റ്റൈല് സിമിലാരിറ്റി. തിരിച്ചു പോകുമ്പോ മെന്നി അവിടെ നിങ്ങളൊക്കെ കൂട്ടുകാരായിട്ട് കാണുന്നുണ്ട്. ആണല്ലേ? എവിടുന്ന്? അത് എൻ്റെ തലയിൽ ചാണകം എന്തോ എടുത്ത് വെച്ചോ? അതിനോട് മിക്സ് ചെയ്തിട്ട് തലയിൽ വെച്ചടിച്ച്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. നാട്ടിലൊക്കെ പോയി എന്തായിരുന്നു? ബർത്ത്ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമറ കാണുമ്പോ ഇങ്ങനെയാണ്. എനിക്ക് ഇൻവെർട്ടർ വെച്ചാ ഇല്ല, ഞാൻ UPS ഓടുന്നേ. കമ്പ്യൂട്ടർ ഞാൻ ചുമ്മാ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. മെന്നി കാണിച്ചു തരാം. ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് റെഡി. ഇനി മെന്നിനെ എൻ്റെ കമ്പ്യൂട്ടർ കാണിക്കണ്ടോ? അതൊന്നും ഇല്ല, ചുമ്മാ ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇത് 80K. ആ സൈഡിലായിട്ടുള്ള എൻ്റെ കൊച്ചിനെ താത്ത വെക്കുന്നില്ല. കൊണ്ടുവന്നോ അങ്ങ്?
ഇത് ഞാനാ, ഇത് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് കുറെ നേരമായിരുന്നു. കുറെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇതെന്താണ്? എനിക്കാണ്. അവക്കറിയാം. ഇത് ആരെടി രണ്ടാമത്തെ കവർ ഇരിക്കണത്? ആരുടെയാ? എന്താ പറ. ഇതാ ഇച്ചിരി മുമ്പ് നീ പറഞ്ഞത് ആരുടെ? ജോക്കിയുടെ. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ജോക്കി അടുത്ത മാസം വരുന്നില്ലേ? ആ എന്നോട് പറഞ്ഞായിരുന്നു. ആ ഞാൻ പറഞ്ഞത് ജോക്കി വലുതായിട്ട് ജോക്കി അങ്ങോട്ട് പോയി കണ്ടാ കണ്ട്. ആ വീടിന്റെ വീടില്ലേ, ഇത് എന്റെ വീട്. ഇങ്ങനെ നമ്മൾ താമസിച്ചിട്ട് പോലും നമ്മൾ കണ്ടിട്ടില്ല. അല്ലല്ല, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുമ്പ് എന്നോട് മെസ്സേജ് അയച്ചു, എങ്ങനെയുണ്ട് ഇൻട്രോട്ട് എന്ന് പറഞ്ഞാൽ വേറെന്തിനാണത്, വെളിയിറങ്ങൂല. ഇത് കൊള്ളാം. ഒരു പോക്കറ്റ് ട്രീ മേടിക്കണം. ഇടില്ല സാധനം കേട്ടാ മാലു. ഇതാരിത്? പക്ഷേ ഇത് അടിപൊളി സാധനമാണ്. കിടില. വിലംബ്രോ എന്താണ് ഇന്ന് കഴിക്കാൻ സ്പെഷ്യൽ? ചോറും മോരേറിയാണെങ്കിൽ ഞാൻ കഴിക്കും. അമ്മയാണ് തിരിക്കണം കേട്ടോ. ഓ മൈ ഗോഡ്. എനിക്ക് ചിക്കൻ കറി. ഓക്കെ, സെറ്റ്. മാലു ഇവിടുത്തെ ഫുഡ് ഏരിയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞാണ് ഇരുന്നത്. ഇവിടുത്തെ ഫുഡ് തന്നെ. അതെ, നീ സംസാരിച്ചാ മതി. നീ ഒരു 5 ചെയ്ത് സംസാരിച്ചാൽ അത് ഉറങ്ങും ആരാണെങ്കിലും. അപ്പോഴേ അയ്യോ, ഞാനാണ് ഇനി വ്ളോഗ് ചെയ്യാൻ പോണത്. ഞാൻ സ്വന്തമായിട്ട് വ്ളോഗ് ചെയ്യില്ലെങ്കിൽ ആരെങ്കിലും വ്ളോഗിൽ കയറിയിട്ട് വ്ളോഗ് ചെയ്യാന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഓ കണ്ണടിച്ചു കേട്ടാ. ഇവിടെ ഇറങ്ങാൻ വയ്യ. നല്ല രസമുണ്ട് ഇവിടെ. അടിപൊളി സ്ഥലം. വിലംബ്രോ ഇവിടെ സെന്റിനൊക്കെ എത്ര വില? സെന്റിന് അവിടെ എത്ര? ഞാൻ വാങ്ങിച്ച് വീട് വയ്ക്കാൻ പോണ അവിടെ. നല്ല വില തന്നെ. എടാ ഒരു മിനിറ്റ്. ബോറടിച്ച്. ഓ മൈ ഗോഡ്, ഡിസാസ്റ്റർ. ഉറങ്ങിക്കളയാം. കുറച്ച് കഴിയുമ്പോ അമ്മേനെ കൊടുക്കുമ്പോ കണ്ണു തുറന്നിരിക്കാം. പ്രശ്നമായി ഭയങ്കരമായിട്ട് ഉറങ്ങി. തിരിച്ച് ഹാൻഡ് ഓവർ. അപ്പോ അടുത്ത ടീം വന്നിട്ടുണ്ട്. നീ ഒന്ന് പറഞ്ഞേ. നീ ഇന്ന് പറഞ്ഞേ. ബെന്നി പറയത്തില്ല എന്തായാലും. പറ, നീ എന്ത് പറഞ്ഞേ? ഈ കസേരയാണെന്ന് ബെന്നിക്ക് വീട്ടിൽ വേണ്ടേ? അതെ, ഞാൻ പറഞ്ഞു ഇത് ഇച്ചിരി പഴയ സാധനമാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളി പഴകിയതല്ലേ, അപ്പൊ പുള്ളിക്ക് അതൊക്കെ തന്നെയാണ് വേണ്ടത്. അതെ. ഹായ്, വാ കേറിയ. ചൂടുണ്ടോ? ഹലോ. എടുക്കാറിയോ നിനക്ക്? ഇവരാരും എടുക്കത്തില്ല. നിനക്ക് എടുക്കാറിയോ? വേണ്ട, ആർക്കും വയ്യ എടുക്കാന്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ചൂടുണ്ടോ? ഇല്ലേ? ഇവളെങ്ങനെ വന്നൊന്നും പോലും കണ്ടില്ല. ഇവിടെ ആദ്യം എത്തിയ വീട്ടില്. കഴിച്ചാലോ എന്നാ? വിശപ്പില്ലേ? എന്താണ് ഒരു നാണിച്ചിരിക്കുന്നത്? എന്താണ് നീ? എന്നാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും. എന്നെ അവിടെ ഇവരെ കഴിക്കട്ടെ. അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം എല്ലാവരും കേട്ടോ. നിനക്ക് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. നീ കുറച്ച് നേരം അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ. കഴിക്കട്ടെ. ഇപ്പം ആ ബെഡിനകത്ത് അവിടെ കിടത്തണം. സെറ്റായ? ഓക്കെ, നമുക്ക് ഫുഡ് എങ്ങനെയുണ്ടോ ചോദിക്കാവേ. ഓരോരുത്തരുടെ നിന്നിട്ട് ചോദിക്കാം. മോളെ ഫുഡ് എങ്ങനെയുണ്ട്? എന്ത് കഴിച്ചേ? എടി വേറെന്തോ കഴിച്ചേ? പിക്കിൾ മാത്രമേ കഴിച്ചുള്ളൂ? ആ, ചിക്കൻ്റെ കൂടെ എന്താ കഴിച്ചേ? എന്ത് റൈസ്? പേരൊന്നിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും
എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, അടിപൊളി. കൊള്ളല്ലേ? സൂപ്പർ സൂപ്പർ. എടേ മതി അഭിനയിക്കാൻ കാര്യം പറ. എന്താ ഫുഡിന്റെ രുചിയാണോ? നോക്കട്ടെ. ഞാൻ കഴിച്ച് ആദ്യത്തെ ഉരുള കഴിക്കാൻ പറ്റും. ഇത് 4ാമത്തെ പാത്രം ഒന്ന് കഴിക്കുന്നത്. കഴിച്ച് തുടങ്ങണ്ടാണ്. ഓ കൊള്ളൂല്ല. പറയട്ടെ വരട്ടെ. പക്ഷേ ഒരു രക്ഷയില്ല. ആണ് ചിക്കൻ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ആ ചോറിങ്ങനെ കുറച്ചെടുത്ത് വെക്കണം. വെക്കണം. എന്നിട്ട് കുറച്ച് സലാഡ്, ആ കുറച്ച് ടൊമാറ്റോ പിക്കിള്, ആ. കുറച്ച് മാങ്ങ, ആ കുറച്ച് മുട്ട, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചോറ് വയ്ക്കുക. സലാഡ് പറഞ്ഞു, സോറി, കുറച്ച് സലാഡ് ഇങ്ങനെ എടുത്തിട്ട് നോക്കണേ. ഇങ്ങനെ വേണം. കൊള്ളില്ല. ഒരു രക്ഷയില്ല. എന്റെ മുഴുവൻ എക്സ്പ്രഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. പിന്നെ എങ്ങനെ ഭയങ്കര സിമ്പിൾ ആവല്ലേ കേട്ടോ. ഫുഡ് റിവ്യൂ വന്നാൽ ആരെങ്കിലും വിളിക്കാം പ്രൊമോഷന്. എക്സ്പ്രഷൻ. ആ ഓക്കെ ഓക്കെ. എക്സ്പ്രഷൻ എടുക്കണം. ഒന്നും അറിയാത്തവരെ ഇരിക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ? കൊണ്ടുവെക്കും മതി. മതി. ഞാൻ ഇവിടെ ഇത് കഴിച്ച് ചോറ്. എക്സ്പ്രഷൻ അരിക്കുമ്പോഴത്തേക്ക് ചോറ് ചോറ് വേണോ? വേണ്ട, പിന്നെ പൊടി മാത്രം തിന്നാ. ഇവിടെ പൊടിയും ചോറും കഴിക്കണം. ഞാൻ കഴിച്ചോക്കട്ടെ. മാലുവിൻ്റെ എക്സ്പ്രഷൻ എടുക്കുമോ? ഞാൻ എക്സ്പ്രഷൻ വരൂല, ഞാൻ കഴിച്ചു. ഇവിടെ മാലുവിൻ്റെ മാലു എക്സ്പ്രഷൻ ജെന്യൂൻ സാധനം പറഞ്ഞു. മനസ്സിലായി, ഇത് കള്ളം. ആണല്ലേ? ജയന് ജെന്യൂൻ ആയിട്ട് ഞാൻ കാണിച്ചു. ഇപ്പം വരുവേ. ഞാൻ ഇതിനകത്ത് പൊടി തന്നെ നിന്നാൽ മതി. ആ ഗീ ഉണ്ട്. തേങ്ങയല്ല, ഇച്ചിരി ഗീ എടുത്ത്, ഒരു സ്പൂൺ ഗീ എടുത്ത പൊടിയുടെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തേ. നല്ലോണം ഒഴിക്കണം. എരിവാണെങ്കിൽ എരിവൊന്നും ഇല്ല അതിന്. ആ ഒഴിച്ചു, അത് ഫുൾ ഒഴിച്ചു, അത് ഫുൾ ഒഴിച്ചു. മതി. പ്രശ്നമാണ്. നമുക്ക് എങ്ങനെ നിർത്താം? അത് മിക്സ് ചെയ്യാൻ അതിനകത്ത്. ഇങ്ങനെ ആളെന്ത് മൊത്തം മിക്സ് ചെയ്യും. ആ അയ്യോ നോവോ അതിന് മിക്സ് ചെയ്യണമെന്നത്. അയ്യത്തെങ്ങാനും പൊക്കണം കേട്ടല്ലോ. ഒത്തിരി പണം കൊണ്ടുവരുന്നത്. എടീ, ഇത് നിന്നെ പോലെ വീക്കിലിംഗ് അല്ല ഞാൻ, മനസ്സിലായ? എരിവ് തിന്ന് വളർന്നവനാ ഞാൻ. എരിവൊന്നും ഇല്ല അതിന്. എരിയില്ലേ? എന്തൊരു ഇത് എരിവില്ല. തന്നെ അതൊരു വേറെ ടേസ്റ്റ്. ആ കറക്റ്റ് എക്സ്പ്രഷൻ എടുക്കണം. എൻ്റെ നാല് കണ്ടുപിടിച്ചു എങ്ങനെയാണ് കറക്റ്റ് ജെന്യൂൻ എക്സ്പ്രഷൻ നോക്കിയോ. അമ്മാമ്മയുടെ ചത്തി തെറിക്കുന്നത് ഇങ്ങോട്ട് പതുക്കെ ചവിക്കോ. കിട്ടി. എനിക്കൊന്നും പറയാനില്ല. മര്യാദയ്ക്ക് പറയാണ്, വേണ്ട വേണ്ട. ഇവന് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടിരിക്കും. ജോ പറക്കുന്ന ചാക്കാവും. പിന്നീട് മുടിയുടെ കൂട്ടല്ലേ, രണ്ട് കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു. ഞാൻ കറുത്തതാ നിന്റെ. എന്തു ആസ്വദിക്കുന്നേ? പറമ്പിലെ അഴുക്കാണ്. പറമ്പിലെ പേപ്പർ. സ്കൂളാണോ? സ്കൂളാണോ? അത് സ്കൂള് വാസ്തവി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളെന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചേക്കാം. ഞാൻ ഇംഗ്ലീഷിനെ കണ്ടുള്ളൂ. അവിടെ റൂമിൽ കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ് തന്നത്. ഇവിടെ 2 ബെഡ്ഷീറ്റ് അവര്. എന്തിന് പോന്നില്ലേ? കഴിച്ചതിന്റെ ക്ഷീണമാണ്. ഞങ്ങളിവിടെ ചുമ്മാതെ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. വേറെ കക്കൂസൊന്നുമില്ല ഇവിടെ. വേറെ സൗണ്ട് ഉണ്ടാക്കും. ഈ ആൾക്കാരുണ്ട് ഇപ്പൊ ഇല്ല. കുഴപ്പമില്ല, നമ്മൾ മ്യൂസിക് ഇടാം. മ്യൂസിക് ഇടാം, ടെൻഷൻ അടിക്കുന്ന. അപ്പം നമ്മൾ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ തൊട്ടപ്പുറത്തൊരു നദിയുണ്ട്. നദി കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. ഇതെന്താ ഇത്? കോട ഡാൻസാ. ഇതിനാണ് കൊട ഡാൻസ് എന്നറിയപ്പെടുന്നത്. നമുക്ക് റൈറ്റിൽ കൂടെ പോക്കുക. നമ്മളിവിടെ കാണാൻ വേണ്ടിയിട്ടാണോ? അത് കുഴപ്പമില്ല. ഇവിടെ കോട ഡാൻസ് ഉണ്ട്. വയസ്സ് കോടയും പിടിച്ചോണ്ട് എന്താ മഴ വരാൻ പോകുന്നുണ്ടാണോ? മഴ വരുന്നുണ്ടാവും തോന്നുന്നു. ഇതിവിടെ നോക്കി നോക്കുക. അടുത്ത് ഇവിടെ മ്യൂസിക്കൽ, അതായത് മ്യൂസിക്കൽ കോളേജിനുള്ള അത് ഇവിടെ പഠിക്കുന്നവരുടെ അവരുടെ പാട്ട് പോരാ. ഇപ്പോൾ വന്നിങ്ങനെ എല്ലാവരും വന്നിരിക്കുന്നത് ഇവിടെ ഏരിയ കാണിച്ചു തരാം. നമ്മളതേ
ചിത്രാവതിയിലെത്തിയിരിക്കുന്നു. ആഹാ നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ നിന്ന് ഫ്രെയിം കാണാൻ. ഇവിടെ അവനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടുവോ? എങ്ങനെയല്ല ഓടി രക്ഷപ്പെടാന്ന് എനിക്ക് അവതാര പിറവികളുടെ അനന്തരൂപം ദാനം നീയും നരസിംഹ. ഞാൻ ആ മാമന്റെ അടുത്ത് പോയി മീൻ എന്താ കിട്ടിയെന്ന് ചോദിച്ചിട്ട് വരട്ടെ. ഞാൻ മാമന്റെ അടുത്ത് പോയി മീൻ എന്താന്ന് ചോദിച്ചിട്ട് വരാം. ഇതൊരു അയ്യോ മാലു വാ. അവിടെ ഒരു മാമനെ മീൻ പിടിക്കുന്നത്. ഞാൻ ആ മാമനോട് പോയിട്ട് എന്താ മീനെന്ന് ചോദിച്ചിട്ട് വരാം. ഇവിടെ മൊത്തം ബിയർ കുപ്പിയുടെ കുപ്പിച്ചില്ലാണ്. ഒന്നെങ്കിൽ എന്നെ ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് അരിയും കൊണ്ടുവന്നേ. അല്ല, അറിയാവുന്ന ഭാഷയിൽ നമ്മൾ പുള്ളിയോട് മീൻ എന്താണെന്ന് ചോദിക്കാൻ പോകണം. ഞാൻ പുള്ളിയുടെ മുഖം കാണിക്കത്തില്ലേ, എൻ്റെ മുഖം മാത്രമേ കാണിക്കത്തുള്ളൂ. അറിയണ്ടേ പുള്ളിക്ക് എന്താ അവിടെ കിട്ടുന്നത്. പുള്ളി ചോദിച്ചിരിക്കുവാണോ എന്ന്. പുള്ളിക്ക് മീൻ കിട്ടി, മീൻ കിട്ടി, മീൻ കിട്ടി, പുള്ളിക്ക് മീൻ കിട്ടിയേ. ഏതൊരു പുള്ളി ഇപ്പം എന്നെ തെറി പറഞ്ഞോട്ടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളി മിണ്ടാതെ നമുക്കൊരു കാര്യം ചെയ്യാം. മിണ്ടാതെ ബാക്കിൽ കൂടെ പോയി പുള്ളിക്ക് മീനുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ചൂണ്ടയില് കുടുങ്ങിയേനെ. മീനുണ്ട്, ഒരു മീൻ. ഇപ്പൊ ചൂണ്ട എന്റെ കഴുത്തി കുരുങ്ങി ഞാൻ ചത്തുപോയേനെ. അതിനകത്ത് കണ്ടാ മീൻ ഉണ്ട്. ഒരു മീൻ കിട്ടി പുള്ളിക്ക്. യുക്കിക്ക് കൊടുക്കാം നമുക്ക് ആ മീനെ. യുക്കിക്ക് കൊടുക്കട്ടെ ആ മീനെ. ഇതാണ് ചിത്രാവതി നദി. അതുകൊണ്ടോ അയ്യോ എന്ത് ഭംഗിയല്ലേ അവിടെ കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. നല്ല സ്കൈ. പുള്ളി അയ്യോ ആക്ച്വലി ചൂണ്ടയിടുമ്പോൾ മിണ്ടിക്കൂടാ. ഷിറ്റ്. അങ്ങേരെ ഒന്ന് ചൂണ്ട എൻ്റെ തലയിൽ കൊടുക്കാൻ നോക്കി, തള്ളിയും കൂടെ ഇട്. ആക്ച്വലി ഭയങ്കര ഭംഗിയാണ് കാണാൻ. നല്ല രസമുള്ള സ്ഥലം. അപ്പം നമ്മൾ ചിത്രാവതി റിവർ കണ്ടിട്ട് തിരിച്ച് പോവാണ്. വില്ലം ബ്രോ വ്ളോഗ് എടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നത് മാത്രമേ വില്ലം ബ്രോയ്ക്ക് പോകുന്നുള്ളൂ. കരിമീൻ അല്ലത് സിലോപ്പിയ. തിലോപ്പിയ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷുണ്ട്. ആ ഫിഷാണ് അയാളുടെ കോട്ടയിൽ കിടക്കുന്നത്. അതേ കിട്ടിയുള്ളൂ ഭാഗത്തിന് വരണം. അതിനുശേഷം അവിടെ പോയി വളവള സംസാരിച്ച് അങ്ങേരുടെ കോൺസെൻട്രേഷനും കളഞ്ഞ് അങ്ങേരുടെ കോൺസെൻട്രേഷനും കളഞ്ഞ് അങ്ങേരെ ശല്യപ്പെടുത്തി പണ്ടാരം അടക്കിയത് കാരണം അങ്ങേരും ഇപ്പം മിക്കവാറും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പക്ഷെ ഞാനിവിടെ ഈ റിവർ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മറ്റേ ആ നരസിംഹത്തിനകത്തെ സീനാണ്. അച്ഛൻ്റെ ചിതാഭസ്മവും ഒഴുക്കാൻ പോയ മോഹൻലാൽ. സത്യമായിട്ട് ഇത് അതേപോലത്തെ ഒരു നദിയാണിത്. അത്ര വലിയ ആഴമൊന്നും ഇല്ലാത്ത ഒരു നദി. കണ്ട 3 മടിയന്മാർ, 2 മടിയന്മാർ ഒരു കാര്യമില്ലാണ്ട് അവിടെ ഇരിക്കുന്നു. ഉളുപ്പുണ്ടോ? ഉളുപ്പ്. ചിത്രാവതി കാണാൻ വന്നിട്ട് കരയിലിരിക്കാൻ കിരണക്ക് ലോകമടിയാണ്. എന്നെയാണ് പരിസരത്ത് പോലും വന്നിട്ടില്ല. അവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. ചിത്രാവതിനെ കണ്ടില്ലെന്ന് പറയല്ലേ കേട്ടോ. മെന്നിയോട് മര്യാദക്ക് നമ്മൾ മെന്നിയുടെ കാര്യം പറഞ്ഞില്ല. സത്യം മെന്നിക്ക് കക്കൂസി പോണോന്ന് പറഞ്ഞിട്ട് മെന്നി വന്നില്ല. മാമൻ എന്താ മാമൻ എന്ത് ചെയ്ത് ഊറാൻ പോയത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇനി ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ്. ചായ കുടിക്കാൻ എവിടെ പോന്നെ? നേരെ പോയതാ നമ്മുടെ വീട്ടിലോട്ട്. ഓക്കെ, അപ്പം നമ്മളിനി അടുത്ത എവിടെയെങ്കിലും ചെറിയൊരു കട തപ്പി പോവാണ് കേട്ടോ. മൈക്ക് എടുത്തിട്ടില്ല, ഇതിനകത്തുള്ള ഇൻബിൽറ്റ് സൗണ്ട് വെച്ചോടായിരിക്കും കേൾക്കുന്നത്. ഗൈസ്, ഇവിടെ ഒരു പടപണ്ടാരം ശിവലിംഗം ഉണ്ടേ. അമ്പലമാണോ ഇത്? നോക്കിക്കൊണ്ടോ, ശിവലിംഗത്തിന് സൈഡ് കാണാൻ പറ്റുന്നില്ല. ഞാനും ഇതുവരെ ഇതിനകത്ത് കയറിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇവിടെ ശിവലിംഗം കണ്ടപ്പോൾ ഇവരൊന്ന് കാണിക്കാന്ന് ഓർത്തിട്ട് ഇവിടെ നിർത്തിയാണ് കേട്ടോ. അതെ വന്നിട്ടുണ്ട്. പുള്ളി അവിടെ കിടന്ന് കരച്ചിലും ബഹളം വരുന്ന കൈസ്. ചായ കുടിക്കാൻ കൊണ്ടുപോയില്ല കൈസ്. തൂറാൻ മുട്ടി അവിടെ ബാത്റൂമിൽ കയറിയിരിക്കുന്നു. ഉറങ്ങാൻ വേണ്ടി ഉറങ്ങാനാ പിന്നെ
വണ്ണം വെച്ച ഒരു ദിവസം കൊണ്ട് 120 പോയി വിളിച്ചോണ്ട് വന്നത് അപ്പി കേസിനെയൊക്കെ. സത്യം എന്ത് മര്യാദക്ക് വിളിച്ചല്ലേ നമ്മളവിടുന്ന്. അയ്യോ എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നില്ലേ. ഞങ്ങളതേ അവിടെ നിന്ന് നേരെ ഒരു ഷോപ്പിലോട്ട് വന്നതാണേ. ഇവിടെ എന്നെ കടയിൽ പിടിച്ചു നിർത്തുന്നുണ്ടോ സായിബാബ എന്ന് പറഞ്ഞ് പിടിച്ചെടുത്താതെ ഈശ്വര. നമ്മൾ ചായ കുടിക്കാൻ പോവാണേ. ഇവിടെ ഒരു ഷോപ്പുണ്ട്, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മൈക്കില്ല കേട്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും പറയാനുള്ളൂ? വിഷമങ്ങളെല്ലാം തുറന്നു പറയാം, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. ദ്രോഹിക്കാറുണ്ടോ പിന്നെ? നിങ്ങളിത് ഇവിടെ വട്ടം കൂടിയിരുന്ന് ചായ കുടിക്കാൻ വന്നതാണ്. എന്താ കഴിക്കാൻ വേണ്ടേ? നമ്മൾ ബാർബിക്യൂ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാ പറയാ നമുക്ക് 50 രൂപ. എന്തോ 50 രൂപ ചത്തു. 50 രൂപയുടെ ബാർബിക്യൂ ചിക്കൻ ചെറിയ ചെറിയ പീസ്. ചത്തു നമ്മള്. ഇല്ല, ഞാൻ കഴിക്കാറുണ്ട്. അങ്ങനെയല്ല അവള് പറയണ. വയറ് പൊട്ടി ചത്തു. എന്തൊക്കെയാണ് വാരി തിന്നത്? ഞാൻ എന്തായാലും ചത്തു. മാര് എന്തായാലും ചത്തു. അത് പറയല്ലേ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയത്. എടേ ഞാനൊന്ന് മയങ്ങിപ്പോയി. എവിടെ കക്കൂസി കിടന്ന വീട്ടില് വെറ്റില്. ഞങ്ങള് ആരോ പറഞ്ഞില്ലായിരുന്നു നമ്മളും കൂടെ വന്നപ്പോഴത്തേനും ഓടി വാഷ്റൂമിൽ കയറിയെന്ന്. അതാരും ഓടിക്കേറിയത് നിങ്ങളൊക്കെ താഴെ ഇറക്കിയിട്ട് ഓടിക്കേറി. പുള്ളി താഴെ ഉണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞില്ലേ ഓടിക്കേറി എൻ്റെ അകത്ത്. ഇതെല്ലാം മനുഷ്യരെല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രശ്നമൊന്നുമില്ല. ചെയ്യുന്നതിലല്ലല്ലോ, അത് എപ്പോഴും ചെയ്യുന്നില്ലല്ലേ. തിന്നുക എന്ന് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ മനുഷ്യന്മാർക്ക്? കണ്ണാടി കാണാൻ നോക്കാറില്ല. പിന്നെ ഇതൊന്ന് സ്ക്രീനും തിരിച്ചു വെച്ചെടുത്ത് ഏതാണ്ട് ഒരു മിനിറ്റ് ഗൈസ്. ഇപ്പം എന്നെയല്ലേ കാണുന്നത്, ഇന്ന് നേരെ പിടിച്ചത്. ഇങ്ങനെ അങ്ങനെ ജീവിക്കാൻ പറ്റും. എക്സാമ്പിള് ഞാൻ വ്ളോഗ് എടുക്കാം. മിലം ബ്രോ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം? വളരെ മനോഹരവും ശാന്തവും നല്ല സ്ഥലമല്ലേ? അടിപൊളി സ്ഥലമാണ്. ഇന്റർനെറ്റിന്റെ കാര്യം മാത്രം എന്നോട് ചോദിക്കരുത്, അത് മാത്രമാണ് പ്രശ്നം. അത് എനിക്കത് വിലംബ്രോയ്ക്കുണ്ട് സ്പെഷ്യൽ ഒരു കേബിൾ വലിച്ചു തന്നെയാണ്. ഇവിടെ സെർവർ ഒന്നും കണ്ട് നേരെ അപ്പുറത്ത് പോസ്റ്റിനെ വിളിച്ചാണ്. ഹായ് കസ്കസ് ഉണ്ടായിരുന്നു. ഇതിലേതാ വിത്തൗട്ട്? എന്റെ കോഫി മധുരമുണ്ട്. മധുരമില്ലാത്ത പറഞ്ഞേ? നല്ല മധുരമുണ്ട്. പായസം വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മധുരം കൂട്ടിയിടണ എന്തോന്ന് അർത്ഥം? ഞാൻ വിത്തൗട്ട് കുടിക്കാം. ഞാൻ ഷുഗർ കട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഗുലാബ് ജാം തിന്നും. പക്ഷെ ചായയില് മധുരം. അല്ലെങ്കിൽ നമ്മളെ ഗുലാബ് ജാം കഴിക്കുമ്പോ പിന്നെ ചായ കുടിച്ചിട്ടേ അതിൽ മധുരം അറിയില്ല. നൂബ്. അപ്പൊ അതിലിടേണ്ട കാര്യമില്ല. ഏതിതാ വീണ്ടും ഒരു കൂടെ കുടിക്കണം. എന്നാലും എന്റെ ബ്രെയിൻ റിവ്യൂവിന് വേണ്ടിട്ട് പ്രിപ്പയർ ആവും. ഇങ്ങനെയാണ് ചായ കുടിക്കാൻ. ഇത് പറയാനുള്ളത് കൊള്ളാം. നല്ല മധുരമുണ്ട്, ചൂടുണ്ട്, കാപ്പിപ്പൊടിയുണ്ട്, പാലുണ്ട്. അതെ, വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മധുരം കൂട്ടിയിട്ടുണ്ട്. മധുരം ഇല്ലാണ്ട് കഴിക്കാം, പക്ഷേ ഗുലാബ് ജാം ഒക്കെ കഴിക്കും. അതെ കഴിക്കും. അതിന്റെ അതെന്താണ് അതിന്റെ ഒരു ഇത് പറഞ്ഞുതരാം. എനിക്ക് ചായ മധുരം ഇല്ലാതെ പണ്ടേ കുടിക്കണം. ക്യാമറ വാങ്ങിക്കണം. കൊള്ളാല്ലേ? നിന്നെ കാണാൻ കൊള്ളാം, എന്നെ കാണാനും കൊള്ളാം. യെസ്. അപ്പം എങ്ങനെയാ പോവാണോ? ഇനി എന്താ കാണുന്നേ? നമ്മളിനി ഹൈദരാബാദ് വരുമോ? ബൈ ബൈ. ഞങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ആരുമില്ല കേട്ടോ. അപ്പം ശരി, താങ്ക് യു വന്നതിന്. നീ ഇങ്ങോട്ട് വരണം. എത്ര സമയം? 2.5 മണിക്കൂറേ ഉള്ളൂ അവിടെ ഇങ്ങോട്ട്. റോഡും അടിപൊളിയാണ്. ഉറപ്പാ? ഓക്കെ, ഉറപ്പാണേ. നിന്റെ ബർത്ത്ഡേ എന്ന് എനിക്കറിയാം. അന്ന് കുഴപ്പമില്ല, നാട്ടിലായിരിക്കില്ല. പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും ടൈം ഉണ്ടെങ്കിൽ വാ കേട്ടോ. ഞാൻ എന്തായാലും ഹൈദരാബാദ് പോകുന്നതിന് മുമ്പ് ഒരു വട്ടം ബാംഗ്ലൂർ വരുന്നുണ്ട്. അപ്പം ഞാൻ വരാം. ഓക്കെ. ഞാൻ ട്രിവാൻഡ്രം വരാൻ പറ്റത്തില്ല എന്തായാലും ഇപ്പോൾ. ഒരു 3-4 മാസം. അപ്പോഴത്തേക്ക് നമ്മളൊന്ന് സെറ്റാവും. അതിന് മുമ്പ് സെറ്റാവും. നമുക്ക് ടൈം നോക്കിയിട്ട് സെറ്റാവും. ഓക്കെ. ഫുഡ് ബാഗുന്തി ഇപ്പോഴും കഴിച്ചിട്ട് പോകാന്ന്. ഓക്കെ. അവിടെ കരച്ചു തുടങ്ങി. പാൽ കുടിക്കാൻ സമയമായിട്ടുണ്ട്. ബൈ ബൈ. See they are going. Bye bye. You feed her, no problem. Bye bye bye. 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 Bye b
100 മൈലേജ് ഉണ്ടെന്ന് തെളിയിക്കാൻ പോവാണ് ഇവിടെ ഒരാൾ ഈ വണ്ടിക്ക്. എൻ്റെ ഇത് 100 ആയിരിക്കണം. 125 വല്ലതും ആയിരിക്കും ഇത്. ഇല്ല, ഇതിലൊന്നും എഴുതിയപ്പോയില്ല. എന്താണ് പ്രശ്നം? ഇത് ഇന്ന് തെളിയിക്കണം. ഇത് ഇത് BS6 എത്രയും കിട്ടില്ല, ഒരു 70-80 കിട്ടും. ബൈ ബൈ. അപ്പം ശരി, കാണാം കേട്ടോ. ഞാൻ വരും കേട്ടോ അങ്ങോട്ട് ഒരു ദിവസം. ബൈ ബൈ. ഓക്കെ, അപ്പം ടാറ്റ. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞാൻ ഒരു ദിവസം വരാം കേട്ടോ. അവള് പറ്റത്തില്ല. ഞങ്ങൾ യെസ്, ദേ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ പോയി കേട്ടോ. യെസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. സൈഡിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ മാത്രമേ ഉള്ളൂ, മനസ്സിലായി. എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. സോ അവർ വരുന്ന സമയത്ത് എന്താണ് ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് മിന്നി, ബ്രൈറ്റ് ഫോക്സ്, അലീന, അവരെല്ലാവരും, കിരണപ്പൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. അത് മാത്രമല്ല, നമ്മൾ ഇനി അടുത്ത വ്ലോഗിൽ ഇവർ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത വ്ലോഗിൽ ഒരു ഭയങ്കര ഗിഫ്റ്റാണ് കേട്ടോ. ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട്. നമ്മുടെ ജോക്കർ ബ്രോന്റെ ഗിഫ്റ്റ് ഉണ്ട്, പിന്നെ ഇവർ കൊണ്ടുവന്ന മിന്നിയുടെ ഗിഫ്റ്റ്, അതുപോലെ ബ്രൈറ്റ് ഫോക്സിന്റെ ഗിഫ്റ്റ്, ജോക്കി ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അലീനയും സോയും കൂടെ ഒരു വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സോ നമ്മളിനി അടുത്ത വ്ളോഗിൽ അതായിരിക്കും കേട്ടോ, അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. സ്പെഷ്യൽ വ്ളോഗാണ് ഇത്. സത്യം പറഞ്ഞ ഭയങ്കര ഒരു ഇമോഷൻ വ്ളോഗായിരുന്നു എനിക്ക്. എന്താണ് ഇമോഷൻ ഡേ ആയിരുന്നു എനിക്ക്. ഇത്രയും ദൂരം അവർ വന്നതും, കിരണിന് വണ്ടി ഒന്നും കിട്ടാത്തതുകൊണ്ട് കിരണ് ഇവിടുന്ന് റെന്റ് എടുത്തൊരു വാഗണോറിന് 5000 റെന്റ് കൊടുത്തിട്ടാണ് പാവം വന്നത് തന്നെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മിന്നി. അതുപോലെ മിന്നിയോട് തന്നെ എന്താണ് ഒരുപാട് നന്ദിയുണ്ട് മിന്നി. താങ്ക് യു സോ മച്ച്. ബ്രൈറ്റ് ഫോക്സിനും കിരണിനും എല്ലാവർക്കും, മാലുവിനും എല്ലാവർക്കും, ഞാൻ പേര് പറഞ്ഞതായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീട്ടിലെ ഒരു പ്രസൻസ് ആണ് നിങ്ങൾ തന്നത്. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. ഓക്കെ, ഒരുപാട് സംസാരിച്ച് വലിച്ചു നീട്ടി എന്താണ് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, സൈൻ ഓഫ് ചെയ്തോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. യെസ് കേസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിനി അടുത്ത ഒരുപാട് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.